എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദ റേസ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എടുത്ത ഭാഗം, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ തരുൺ എന്ന് പറഞ്ഞ ഒരു കുട്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ തരുൺ ഹി ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ് അല്ലേ. ഫെയിൽ ചെയ്തപ്പോൾ വീട്ടുകാരെ പേടിച്ചിട്ട് ഹി ടേക്ക് എ റൗണ്ട് അല്ലേ, ഒരു റണ്ണിങ്, ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതുപോലെ തന്നെ അവനെ കുറിച്ചിട്ട്, അവൻ്റെ കഴിവുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അവന് വിഷമിച്ച് ഇങ്ങനെ ഹീസ് ഡിപ്രസ്ഡ്, അവൻ പതുക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ ഒരു പാർക്കിൽ. സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. പെട്ടെന്ന് തന്നെ അവൻ്റെ എൽബോയുടെ അവിടുന്ന് ഒരു സൗണ്ട് കേട്ടു. വാട്ട് ഈസ് ഇറ്റ് സൺ? എന്താണ് മോനെ? തരുൺ turned to his left and there sat a man of about 60. തരുൺ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. അവിടെ ഒരാളാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അല്ലേ. 60 വയസ്സായ ഒരാളാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് തരുൺ റിപ്ലൈ പറഞ്ഞത്? ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്. ഞാൻ 2 സബ്ജക്റ്റിൽ തോറ്റുപോയി. ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് അവൻ മറുപടി പറഞ്ഞത്. ദി മാൻ സ്മൈൽഡ് സിമ്പത്തറ്റിക്കലി ആൻഡ് സെഡ്. ആ മനുഷ്യൻ ചിരിച്ചു. സ്മൈൽ, ഒരു പുഞ്ചിരി. എന്തിനുള്ള പുഞ്ചിരിയാണ്? ഒരു പാവം എന്നുള്ള രീതിയിൽ ഒന്ന് പുഞ്ചിരിച്ചു. ആൻഡ് സെഡ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാവും മോനെ. ബൈ ദ വേ, ഐ എം രാം നാരായൺ. യു ആർ ദ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാനാണ് രാം നാരായൺ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ആണ്. രാം നാരായൺ? രാം നാരായൺ, ആർ യു ദ സെയിം രാം നാരായൺ ഹു വൺ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 മീറ്റർ റേസ് ഇൻ 1960s? നിങ്ങളാണോ രാം നാരായൺ? നിങ്ങൾക്കാണോ ഒളിമ്പിക് മെഡൽ അന്ന് 400 മീറ്റർ 400 മീറ്റർ 1960s നിങ്ങൾക്കാണോ നേടിയത്? നിങ്ങളാണോ ആള്? തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെന്റ്. തരുണിന് ആ ഒരു എക്സൈറ്റ്മെന്റ് മാറ്റാൻ കഴിഞ്ഞില്ല. യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. തരുൺ വാസ് ഡാസിൽഡ്. പതുക്കെ അങ്ങനെ തലോടി. യെസ്, അതേ എന്ന് പറഞ്ഞു. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദി പാസ്റ്റ് 45 minutes. Continued Ram Narayan, and I see a good future in you. മോനെ, ഞാൻ നിന്നെ ഒരു 45 മിനിറ്റ് ആയിട്ട് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിന്നിൽ ഒരു നല്ല ഭാവി, ഒരു ഗുഡ് ഫ്യൂച്ചർ നിന്നിൽ കാണുന്നുണ്ട്. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തരുണിനാകെ നാണം വന്നു. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man enquired. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ നിന്റെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. അതൊരിക്കലും ഇല്ലാതാക്കരുത്. നീ ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ദ മാൻ എൻക്വയർഡ്. ആ മനുഷ്യൻ ചോദിച്ചു. തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് സീം ഡിസ്ട്രോയ്ഡ്. തരുണിന്റെ ചിരിയൊക്കെ മാഞ്ഞു. A training school is very expensive, sir, and I am unemployed, said Tarun. ഞാൻ ആ ട്രെയിനിങ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, വെരി കോസ്റ്റ്ലി. എനിക്കാണെങ്കിൽ ജോലിയുമില്ല, said Tarun, feeling happy that he could job even in these circumstances. But Ram Narayan seemed pretty serious. ആ ഒരു സമയത്ത് തരുൺ ജോക്ക് പറയായിരുന്നു, ഓക്കെ, ചിരിക്കായിരുന്നു, ഫീലിംഗ് ഹാപ്പി ആയിരുന്നു. പക്ഷെ രാംനാരായൺ ഒന്നുകൂടി സീരിയസ് ആയിരുന്നു കേട്ടോ. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്, ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം, നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. വാട്ട്സ് യുവർ കണ്ടീഷൻ സർ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. സർ, എന്താണ് കണ്ടീഷൻ എന്ന് ആങ്സൈറ്റിയോട് കൂടിയിട്ട്, ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിച്ചു. There is a race on Children's Day at the Nehru Stadium. നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവിടെ അന്ന് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു റേസ് നടക്കുന്നുണ്ട്. Children of your age are competing there.
നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, I promise I will start training you, said Ramnarayan. നീ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്നിട്ട് നീ അതിൽ ജയിക്കുകയാണെങ്കിൽ, വിൻ ദാറ്റ് റേസ്, I promise I will start training you. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, I will train you. ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം. നീ അതിൽ വിൻ ചെയ്താൽ മാത്രം. If you win, I will start training you. That is not big deal. I can do it, can't I? Thought Tarun. I will, sir. He heard himself saying with complete conviction. അതൊരു വലിയ ഡീലൊന്നല്ല സർ. അത് എനിക്ക് ചെയ്യാൻ പറ്റില്ലേ? യെസ്, ഐ വിൽ. ഞാനത് ഉറപ്പായിട്ടും ഞാനത് നേടിയെടുക്കും. Fine boy, it's my job to get you entry in the race, and remember, yours to win it. Tell me, what's your name? Asked Ramnarayan. Yes, good job. ഇതെന്റെ ജോലിയാണ്, നിന്നെ ആ ഒരു റേസിലേക്ക് എൻട്രി ചെയ്യിക്കണം എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ നീ ഓർക്കണം, എന്ത്? യുവേഴ്സ് ടു വിൻ, നീ വിൻ ചെയ്യണം. ടെൽ മീ, നിന്റെ പേരെന്താണെന്ന് പറയാൻ പറഞ്ഞു. തരുൺ കപൂർ. തരുൺ, I will meet you here after 5 days to give you participation card. After 5 days, I will come here to meet you to give the participation card. Participation card തരാൻ വേണ്ടിയിട്ട് 5 days കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ മീറ്റ് ചെയ്യും. All the best, said Ramnarayan and left. അതും പറഞ്ഞ് രാംനാരായൺ തിരിച്ചുപോയി. On the way home, Tarun thought that his father had not scolded him. He would not have got this opportunity. തിരിച്ചു പോകുമ്പോൾ അവൻ എന്താണ് ആലോചിച്ചത്? അവൻ്റെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു എന്ന് അവന് തോന്നി, ചിന്തിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ദി എക്സ്പ്രഷൻ ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്? എന്താണ് ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം എന്ന് പറഞ്ഞത് ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ് എന്നുള്ളത്. ലൈഫ് വിൽ നോട്ട് ബി ഓൾവേസ് എ ബെഡ് ഓഫ് റോസസ്. ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും റോസാപ്പൂക്കളുടെ ഒരു ബെഡ് ആയിരിക്കില്ല, അല്ലെ? ജീവിതം. there will be thorns as well as flowers on the path of our life. നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ജീവിത വഴിയിൽ ചിലപ്പോൾ മുള്ളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഹാപ്പിനെസ് ആൻഡ് സോറോ ആർ ദ ടു ഫേസസ് ഓഫ് ദ സെയിം കോയിൻ. ഹാപ്പിനെസ്, സോറോ എന്ന് പറഞ്ഞാൽ രണ്ട് ജീവിതത്തിന്റെ ഒരു കോയിൻ എടുത്താൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും, അല്ലെ? അതേപോലെ തന്നെ ജീവിതത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഹാപ്പിനെസ്സും സോറോ. Do you think Ramnarayan was impressed with Tarun? Why? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാംനാരായൺ തരുണിൽ ഇംപ്രസ് ആയിട്ടുണ്ടെന്ന്? യെസ്, രാംനാരായൺ വാസ് ഇംപ്രസ്ഡ് വിത്ത് തരുൺസ് റണ്ണിങ്, അല്ലെ? അവന്റെ ഓട്ടം കണ്ടപ്പോൾ അവനക്ക് രാംനാരായണന് ഭയങ്കര ഇംപ്രസ്ഡ് ആയി അവനിൽ. He even commented that Tarun was one of the best runners he had ever seen. രാംനാരായൺ കമന്റ് കൂടി ചെയ്തു, എന്ത്? തരുണാണ് അയാൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് റണ്ണേഴ്സ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹീ സീം ഡിസ്ട്രോട്ട്. വാട്ട് ഡു യു മീൻ ബൈ ഡിസ്ട്രോട്ട്? ഡിസ്ട്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്ലി വറീഡ്, ഭയങ്കര വിഷമത്തിൽ. വാട്ട് കണ്ടീഷൻ ഡിഡ് രാംനാരായൺ പുട്ട് ഫോർവേഡ് ടു ട്രെയിൻ തരുൺ? തരുണിനെ ട്രെയിൻ ചെയ്യിക്കാൻ എന്തായിരുന്നു രാംനാരായൺ പുട്ട് ഫോർവേഡ് ചെയ്ത കണ്ടീഷൻ? Tarun had to participate and win the race on Children's Day at the Nehru Stadium. അടുത്ത ക്വസ്റ്റ്യൻ, വാസ് തരുൺ കോൺഫിഡൻറ്റ് ഇൻ വിന്നിങ് ദ റേസ്? തരുൺ ആ ഒരു റേസിൽ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. വിച്ച് ലൈൻ ടെൽസ് യു സോ? അവൻ കോൺഫിഡൻ്റ് ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. യെസ്, തരുൺ വാസ് കോൺഫിഡൻറ്റ് ഇൻ വിന്നിങ് ദ റേസ്. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ സർ. ഐ ക്യാൻ ഡു ഇറ്റ്, കാൻഡ് ഐ? I will sir. അപ്പൊ ഈ ഒരു വരികളാണ് അവന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ. അടുത്തത് ഒരു ഡയറി എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ദി ഫസ്റ്റ് ടൈം തരുൺ ഫെൽറ്റ് ഹാപ്പി ഫോർ ഹിസ് ഫാദർ. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവനക്ക് സന്തോഷം തോന്നി. എന്തുകൊണ്ടാണ്? ഹാഡ് ഹിസ് ഫാദർ നോട്ട് സ്കോൾഡഡ് ഹിം,
he would not have got the golden opportunity to meet Ramnarayan. അവൻ്റെ അച്ഛനില്ലായിരുന്നെങ്കിൽ, അച്ഛൻ അവനെ സ്കോൾഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ, അതായത് വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവന് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു. He reached home and penned down his feelings in his diary. അവൻ വീട്ടിലെത്തി, എന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ആ ഒരു ഫീലിങ്സ്, അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്സ് ഒക്കെ അവനൊരു ഡയറി ആക്കി എഴുതി. എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് എ ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ ഡേ ആൻഡ് ഡേറ്റ് ഉണ്ടായിരിക്കണം. ഷുഡ് ബി റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ, ഐ എന്ന് വെച്ചിട്ട്, അതായത് ഫസ്റ്റ് പേഴ്സൺ ഐ എന്നുള്ള രീതിയിൽ തുടങ്ങണം. ആ ഒരു ഇതിൽ വേണം, ഞാൻ എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. അല്ല, ഐ, മീ, ഓക്കെ. ഡിസ്ക്രൈബ്സ് ദ റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, a point of thoughts, feelings, opinion, choice, describes the writer's point of thoughts or feelings or opinion. അതായത് ആരാണോ എഴുതുന്നത് അയാളുടെ തോട്ട്സും അയാളുടെ ഫീലിങ്സും അയാളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ചോയ്സ് ഓഫ് ആപ്റ്റ് വൊക്കാബുലറി, നല്ല കറക്റ്റ് ആയിട്ടുള്ള വൊക്കാബുലറി എടുത്ത് എഴുതണം. ഇൻഫോർമൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, ഇൻഫോർമൽ ആയിരിക്കണം, അല്ലാതെ നമ്മൾ കത്തെഴുതുന്ന പോലെ നമ്മൾ ഫോർമൽ ആയിരിക്കരുത്, നമ്മളാണല്ലോ എഴുതുന്നത്. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ ഇൻഫോർമൽ സ്റ്റൈലായിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മോഡല്. തേഴ്സ്ഡേ, ഡേറ്റ്. ടുഡേ വാസ് എ റെഡ് ലെറ്റർ ഡേ ഇൻ മൈ ലൈഫ്. For the first time, I felt happy for my mother. കണ്ടോ, ഇവിടെ മൈ വന്നിട്ടുണ്ട്, ഇത് ഫസ്റ്റ് പേഴ്സൺ ആണ്. My father. Whatever happens, happens for the best. Hadn't he scolded me, I would not have met Ramnarayan. My eyes welled up when he appreciated my running. He promised me that if I won the race on Children's Day, he would train me. I could not believe my ears. No one has ever supported me like him. Even I haven't got any support from my family. Oh God, help me in winning the race. If I win, I am sure I can accomplish my dream. ഇതാണ് ഡയറി അല്ലേ. ഇന്നെൻ്റെ ഒരു ചുവന്ന ലെറ്റർ ഡേ ആണ്. ഓക്കെ, ജീവിതത്തിലെ ഒരു റെഡ് മാർക്കാണ് എന്നാ പറയുന്നത്. ആദ്യമായിട്ട് എൻ്റെ അച്ഛനെ എനിക്ക് ഹാപ്പിയായി, അച്ഛനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഹാപ്പിയായി. എന്തൊക്കെ സംഭവിക്കുന്നത് അത് ബെസ്റ്റിനാണെന്നാണ് പറയുന്നത്. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും രാംനാരായണനെ മീറ്റ് ഇല്ലായിരുന്നു. എൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നു, കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ റണ്ണിങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ. അദ്ദേഹം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ റേസ് ജയിക്കുകയാണെങ്കിൽ ഹി വുഡ് ട്രെയിൻ മീ. എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നോ വൺ ഹാസ് എവർ സപ്പോർട്ടഡ്, ഒരാളും എന്നെ ഇതുവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് പോലും എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ ഈ ഒരു റേസിൽ ജയിക്കാൻ ദൈവമേ എന്നെ നീ ഹെൽപ്പ് ചെയ്യണേ. ഞാൻ ഈ ഒരു ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡ്രീം എന്തായാലും അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു തരുൺ കപൂർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഡയറി. അടുത്തത്, the next day Tarun reaches school and shares the unexpected meeting with Ramnarayan with one of his friends. Prepare the likely conversation between Tarun and his friend. തരുണും ഫ്രണ്ടും കൂടിയിട്ട് ഒരു കോൺവെർസേഷൻ തയ്യാറാക്കണം. നിങ്ങൾക്ക് തയ്യാറാക്കാമല്ലോ അല്ലേ. ആപ്റ്റ് ബിഗിനിങ്, ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ഒരുപാട് സെൻറ്റൻസസ്, പലതരത്തിലുള്ള സെൻറ്റൻസസ് ഉണ്ടായിരിക്കണം. ഒരേ പാറ്റേണിലുള്ളതായിരിക്കരുത്. യൂസ് ഓഫ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടായിരിക്കണം. ഇൻഫോർമൽ ലാംഗ്വേജ്, നമ്മൾ ഫ്രണ്ടിനോടാണല്ലോ സംസാരിക്കുന്നത്, അപ്പോൾ ഒരു ഫോർമൽ ലാംഗ്വേജിലല്ല, ഇൻഫോർമൽ ആയിട്ട് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയുള്ള ഒരു ലാംഗ്വേജിൽ വേണം എഴുതാനായിട്ട്. കോണ്ടെക്സ്റ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ഇൻ ദ സിറ്റുവേഷൻ, കോണ്ടെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ യൂസ് ഓഫ് ഷോർട്ട് ഫോംസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുപോലെ അതെല്ലാം വെച്ചിട്ട് നിങ്ങളൊരു കോൺവെർസേഷൻ തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.